നമസ്കാരം. ഇന്ന് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. ഇന്നലെ അരച്ച് വെച്ച മാവാണിത്. നന്നായി വന്നിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മളിന്ന് ദോശ ഉണ്ടാക്കുന്നത്. മസാല ഉണ്ടാക്കാനായി ഞാനിവിടെ നിന്ന് 3 ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത്. അതൊന്ന് ചെറുതായി അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ വേവാൻ കുറച്ചുകൂടി എളുപ്പമാവും. ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇനി അതിലേക്ക് കുറച്ച് കടുകും ഉഴുന്നുപരിപ്പും ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില ഇടുക. അതിനുശേഷം ഉള്ളി ഇടാം. എന്നിട്ട് നന്നായി വഴറ്റുക. ഇനി നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായി ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം മസാല തയ്യാറായി. തവ ചൂടായി വരുമ്പോൾ ഒരു തവി മാവ് നന്നായി പരത്തിയെടുക്കാം. എന്നിട്ട് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. ദോശ നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ ദോശ മടക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മസാല ദോശ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് തേങ്ങാ ചട്നി കൂടി ഉണ്ടാക്കാം. തേങ്ങ ചിരവിയതും ഉപ്പും 2 പച്ചമുളകും കുറച്ച് പൊട്ടുകടലയും കൂടി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് നമുക്ക് വറുത്തിടാം. അപ്പോൾ അങ്ങനെ തേങ്ങാ ചട്നിയും നല്ല സ്വാദിഷ്ടമായ മസാല ദോശയും റെഡിയായി. ഇനി ഒരു ചായ കൂടി നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് പാലിൽ വെള്ളം മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും 2 സ്പൂൺ ചായപ്പൊടിയും ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് തിളച്ചു. അങ്ങനെ ചായ കൂടി നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ ഈ കുട്ടി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.